ഇതാണ് പൊന്മുടിയിലെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. ഇത് എങ്ങനെ ബുക്ക് ചെയ്യുമെന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസിൽ കമൻറ്റിലായിരുന്നാലും ഇൻബോക്സിലായിരുന്നാലും ഒരുപാട് എൻക്വയറീസ് വന്നു. പൊന്മുടിയിൽ പറഞ്ഞവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഗവൺമെൻറ് സ്റ്റാഫ്സിന് 400 രൂപയ്ക്കും പബ്ലിക്കിന് 1200 രൂപയ്ക്കും ഇവിടെ സ്റ്റേ ചെയ്യാം. ഇതാണ് റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂ ഒക്കെ ഉള്ള ഒരു റൂമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അപ്പം ഇതിൻ്റെ ബുക്കിംഗ് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഫുൾ വീഡിയോയാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകണം. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ക്ഷമയോടുകൂടി കാണുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇപ്പം ഞാൻ ഫോൺ വഴിയാണ് ട്രൈ ചെയ്യണം. ക്രോം ബ്രൗസറാണ് ഞാൻ ഇതിന് യൂസ് ചെയ്തത്. ക്രോം ബ്രൗസറിൽ കയറി കേരള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ബുക്കിംഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ആദ്യത്തെ സൈറ്റ് gad.kerala.gov.in. അതിൽ ആ സ്റ്റേറ്റ് protocol.kerala.gov.in എന്ന് പറയുന്ന ആ ഒരു URL കയറണം. ആ URL കയറിയിട്ട് ഈ URL നിന്ന് നമുക്ക് എല്ലായിടത്തെയും താരിഫ്, ഓരോ സ്ഥലങ്ങളിലുള്ള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൻ്റെ താരിഫ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. എല്ലാത്തിൻ്റെ PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ബുക്ക് ചെയ്യാനായിട്ട് ആദ്യമേ നമ്മുടെ ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യണം. ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് ജനറേറ്റ് OTP കൊടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു OTP മൊബൈൽ നമ്പറിലോട്ട് വരും. OTP കൊടുത്ത് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും വരുന്ന ഹോം പേജാണിത്. ഇതിൽ ഞാൻ മുമ്പ് ബുക്ക് ചെയ്ത ബുക്കിംഗ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതായത് എനിക്ക് അപ്രൂവ് ആയ ആപ്ലിക്കേഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് ആ കിടക്കുന്നത്. ഇതിൽ നോ ആപ്ലിക്കേഷൻ ഫൗണ്ടെന്ന് കണ്ടത് പുതിയ ആപ്ലിക്കേഷനൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ താഴെ ഗസ്റ്റ് ഹൗസ് ലൊക്കേഷൻ ഞാനിപ്പോൾ പൊന്മുടി കൊടുത്തു. പൊന്മുടി കൊടുത്തതിന് ശേഷം ന്യൂ ഡാറ്റ എൻട്രി കൊടുക്കണം. അവിടെ നമ്മൾ എത്ര ഗസ്റ്റ് ഉണ്ടെന്നുള്ളവരുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ ആയതുകൊണ്ട് എൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. കഴിഞ്ഞതിൽ ഞാൻ എൻ്റെയും വൈഫിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ പർപ്പസ് കൊടുക്കുക. പബ്ലിക് എന്നാണ് ഞാൻ കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. ഇത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനാണെങ്കിൽ കുറച്ചുകൂടെ അലൈൻമെൻ്റ് എല്ലാം ക്ലിയറായിട്ട് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. മൊബൈലിൻ്റെതായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നത്. താഴോട്ട് പോകുമ്പോൾ നമുക്ക് നാഷണാലിറ്റി കൊടുക്കാം. എന്ന് വരെയാണെന്നുള്ള ഡേറ്റ് കൊടുക്കുക. ഒരു മിനിമം 2 ആഴ്ച ഗ്യാപ്പ് ഇട്ടുള്ള ഡേറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്രൂവ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നാണ് എനിക്ക് തോന്നണം. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് എന്നാണോ ഡേറ്റ് കൊടുത്തത് അതിനൊരു 5 ദിവസത്തിന് മുമ്പായിരിക്കും നമുക്ക് ഇത് കൺഫർമേഷൻ ലെറ്റർ നമുക്ക് ഇതിൽ കിട്ടുന്ന. അത് ഞാൻ നേരത്തെ പേജിൽ കാണിച്ചു തന്നു. ആ 2 ലെറ്റർ കിടന്നത് അതാണ് കൺഫർമേഷൻ ലെറ്റർ. അത് നമുക്കൊരു 5 ദിവസത്തിനകമൊക്കെ ആയിരിക്കും ആ ലെറ്റർ വരുന്നത്. അത് ലെറ്റർ വന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റ് ഹൗസിൽ പോവാം. കമ്പ്യൂട്ടർ വഴിയോ ലാപ്ടോപ്പ് വഴിയോ തന്നെ മാക്സിമം ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഇത് കാണാനും യൂസ് ചെയ്യാനും ഒക്കെ അതാണ് ഇൻ്റർഫേസ്. ആ ഇൻ്റർഫേസാണ് നല്ലത്. ഇത് ഞാൻ സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തു. സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പം ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ, ഇത് ഞാൻ ഓൾറെഡി 2 പ്രാവശ്യം ബുക്ക് ചെയ്ത ആപ്ലിക്കേഷനാണ്. ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ കാണിക്കും. ആ ആപ്ലിക്കേഷൻ്റെ സൈഡിൽ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 5 ദിവസത്തിന് മുമ്പൊക്കെ ആയിരിക്കും ഇത് അപ്രൂവ് ആവണത്. അപ്രൂവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോയി സ്റ്റേ ചെയ്യാം. ചെക്ക് ഇൻ ടൈം വരുന്നത് 2 മണിയാണ്. ചെക്കൗട്ടിൻ്റെ ടൈം വരുന്നത് 12 മണിയാണ്. ഇതാണ് എനിക്ക് അപ്രൂവ് ആയ കൺഫർമേഷൻ ലെറ്റർ. അപ്പം ഇതുപോലെയാണ് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഞാൻ ആദ്യമേ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ നടന്നില്ല. കാരണം സൈറ്റ് ഡൗൺ ആയിപ്പോയി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഒരു കാര്യം കൂടെ, അടുത്ത വീഡിയോയോടുകൂടി നമ്മളെ പൊന്മുടിയിലെ ആ ഒരു എപ്പിസോഡ്സ് എല്ലാം കഴിയും. അതിനുശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പം എല്ലാവരും നമ്മുടെ ഇൻസ്റ്റയും യൂട്യൂബും എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.